നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക് ക്രെഡിറ്റ് സെയിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളിപ്പോൾ കടം കൊടുക്കുന്നു, കൺട്രിമാന കടം കൊടുക്കുന്നു, അത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള പേയ്മെൻറ്റ് ചെയ്യുന്നു, അതൊക്കെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, എങ്ങനെ നമുക്കത് പരിചയപ്പെടാം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സെയിൽ എൻട്രിയിൽ പോയിട്ട് നമ്മൾ സെയിൽ എൻട്രി എടുക്കുക. സെയിൽ എൻട്രിയിൽ നമുക്കിവിടെ കസ്റ്റമർ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കസ്റ്റമറെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കസ്റ്റമർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നല്ലേ. ആഡ് എ കസ്റ്റമർ, നമ്മളിവിടെ കസ്റ്റമറെ നമുക്ക് പുതിയതായിട്ടൊരു കസ്റ്റമറെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സുമൻ സിംഗ് എന്ന് പറഞ്ഞൊരു കസ്റ്റമറെ ആഡ് ചെയ്തു. നമ്മൾ വൈക്കം നിട്ടു, കോട്ടയം, കേരള, പോസ്റ്റൽ കോഡ് എത്രയെന്ന് വെച്ചാൽ അതിടുക, കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അതിടുക, ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ ഇടണ്ട. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്യണ സമയത്ത് ഓൾറെഡി നമ്മൾ മീൻസ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങി മുമ്പ് നമ്മൾ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്കിവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇമെയിലോട് കൂടി ആഡ് ചെയ്തേക്കാൻ പറയുന്നു. INFO സ്മോൾ ലെറ്ററിൽ ആഡ് ചെയ്യണേ, info@gmail.com. സക്സസ്ഫുള്ളി സേവ്ഡ്. നമ്മളിപ്പോൾ ഈ ഒരു സുമൻ സിംഗ് എന്ന് പറഞ്ഞൊരു കസ്റ്റമറെ നമ്മളിപ്പോൾ ആഡ് ചെയ്തു. നമുക്ക് സുമൻ സിംഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, കേരളത്തിലെ കസ്റ്റമർ തന്നെയാണ് സുമൻ സിംഗ്. സുമൻ സിംഗിന് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുവാണ്. കുറച്ച് അധികം പ്രൊഡക്ട്സ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ്, കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് 5002, 5004, ഇങ്ങനെ 2-3 പ്രൊഡക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തു. അല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും എടുക്കാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കീബോർഡ് വെക്കുക, എൻ്റർ അടിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ബാർകോഡ് വെച്ച് സ്കാൻ ചെയ്താണെങ്കിലും എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സുമൻ സിംഗ് എന്ന് പറഞ്ഞ ഇതാ കിടക്കുന്നത് കണ്ടോ സെലക്ഷനിൽ. അപ്പോൾ സുമൻ സിംഗിന് എന്താ കൊടുക്കുന്നത്? ക്യാഷ് അല്ല തന്നിരിക്കുന്ന പുള്ളി. കണ്ടോ, ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് താഴത്തേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് 30 ദിവസത്തെ ക്രെഡിറ്റിന് കൊടുത്തു. കണ്ടോ, ക്രെഡിറ്റ് 1266 രൂപയാണ്. ഒറ്റ സെയിൽ ചെയ്തു, സേവ് ചെയ്തേ, സക്സസ്ഫുള്ളി സേവ്ഡ്. അപ്പോൾ ഇൻവോയ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അതായിരിക്കും പെൻഡിങ് പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് 1266 രൂപ ഇവിടെ വരുകയും ചെയ്തു. നമുക്കിവിടെ ഇൻവോയ്സ് ഒന്ന് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഇത്ര ഐറ്റംസ് സുമൻ സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുമൻ സിംഗ് ഈ കസ്റ്റമർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കൊടുത്തു. അപ്പോൾ നമുക്കിത് എവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഈ സുമൻ സിംഗിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ റിപ്പോർട്ട്സിനകത്ത് പോയിട്ട് ലെഡ്ജർ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ, കസ്റ്റമർ ലെഡ്ജർ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ, കസ്റ്റമർ ലെഡ്ജർ. അപ്പോൾ ഈ റിപ്പോർട്ട്സിനകത്ത് ലെഡ്ജർ, കസ്റ്റമർ ലെഡ്ജർ. അപ്പോൾ ഇവിടെ നമ്മൾ സുമൻ സിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സ്ഥലത്തും വരും അതല്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് 1266 രൂപ പുള്ളി നമുക്ക് തരാനുണ്ട്, കടം മേടിച്ചുകൊണ്ട് പോയിരിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പൈസ ഈ സുമൻ സിംഗ് ഇടയ്ക്ക് കൊണ്ട് തന്നു. ഞാൻ റെസിപ്റ്റ് എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. സുമൻ സിംഗിനെ സെലക്ട് ചെയ്തു. റെസിപ്റ്റ് എൻട്രി ഇവിടെയാണ് കേട്ടോ, അതിൻ്റെ കീബോർഡിൽ തന്നെ ഉണ്ട്. റെസിപ്റ്റ് എൻട്രി, കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനാണ്. 1266 ഇവിടെയും കാണിക്കും നമ്മൾ ആ സുമൻ സിംഗിനെ സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിവിടെ എത്രയാണ്, ക്യാഷ് ആണോ തന്നത്, ചെക്കാണോ തന്നത്, ഗൂഗിൾ പേ ആണോ തന്നത്, എല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 200 രൂപ തന്നു കേട്ടോ. 1266 രൂപയാണ് തരാനുള്ളത്, അതിനകത്ത് 200 രൂപ തന്നു. ഞാനിത് സേവ് ചെയ്തു. റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട് ഇതിനകത്ത്. റെസിപ്റ്റ് ഇങ്ങനെ സ്ലിപ്പ് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. ഞാനത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇനി നമുക്ക് ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ ഈ റിപ്പോർട്ട്സിനകത്ത് നമുക്ക് ലെഡ്ജർ എടുത്ത് നോക്കാം. കസ്റ്റമർ ലെഡ്ജർ സുമൻ സിംഗിനൊന്ന് സെലക്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിവിടെ വ്യൂ റിപ്പോർട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ നമുക്ക് ലെഡ്ജറിൽ കാണാനും സാധിക്കും 200 രൂപ തന്നു, ഇനിയിപ്പോൾ 1066 രൂപ ബാലൻസ് ഉള്ളൂ. ഇപ്പോൾ ഈ സുമൻ സിംഗ് ഒരു പർച്ചേസ് കൂടി നടത്തുന്നു വെച്ചോ. സെയിൽ എൻട്രിയിൽ പോയി നമ്മൾ സുമൻ സിംഗിനെ സെലക്ട് ചെയ്തു. പുള്ളി എന്തെങ്കിലും വേറൊരു പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് 1366. ഇപ്പോൾ 1545 രൂപയുടെ കുറച്ച് സാധനങ്ങളോട് പുള്ളി എടുത്തു. അത് നമുക്ക് ഈ സുമൻ സിംഗിന് ക്രെഡിറ്റ് ആയിട്ടിടാം, 30 ദിവസത്തെ ക്രെഡിറ്റ് ആയിട്ടിടാം കേട്ടോ. ആഡ് ചെയ്തു, സേവ് ചെയ്തു. നമുക്ക് ബില്ലടിക്കണമെങ്കിൽ ബില്ലടിക്കുകയും ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കുവാണ്. റിപ്പോർട്ട്സിനകത്ത് ലെഡ്ജറിൽ പോവുക, കസ്റ്റമർ ലെഡ്ജർ എടുത്ത് നോക്കുക. അപ്പോൾ സുമൻ സിംഗിനെ ഒന്ന് സെലക്ട് ചെയ്തു. ഈ സുമൻ സിംഗിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ 1500 രൂപ കൂടി പുള്ളി 1545 രൂപ പർച്ചേസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ വന്നിട്ട് 2811 രൂപ മൊത്തം സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2611 രൂപയാണ് പുള്ളിയുടെ കറണ്ട് ഔട്ട്സ്റ്റാൻഡിങ്.
മനസ്സിലാവുന്നുണ്ടോ? മുമ്പേ ഉള്ള ഔട്ട്സ്റ്റാൻഡിങ് എത്ര 1066 രൂപയായിരുന്നു. അതിൻ്റെ കൂടത്തിൽ പുള്ളി ഒരു 1545 രൂപ വാങ്ങി. അപ്പോൾ നമുക്ക് 2611 പറഞ്ഞ് കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ എത്ര പ്രാവശ്യം വാങ്ങിച്ചാലും നമുക്ക് പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്ത് പോകാം. നമുക്കിപ്പോൾ ഇവിടെ 2611 അല്ലേ, അപ്പോൾ ഈ ഒരു 2611 രൂപ പുള്ളി ഇടയ്ക്ക് പേയ്മെൻറ്റ് ചെയ്തെന്ന് വെച്ചു. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും? റെസിപ്റ്റ് എൻ്ററിൽ പോവുക, വളരെ സിമ്പിളായിട്ട് കണ്ടോ. സുമൻ സിംഗിനെ ഇവിടെ ഞാൻ ഈ 3 ബട്ടണിൽ നിന്ന് സെലക്ട് ചെയ്തേ. ഇവിടെ സുമൻ സിംഗിനെ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ 2611 എന്നുള്ളത്. ഇവിടെ നമ്മൾ ക്യാഷ് കിട്ടി നമുക്ക് 611 രൂപ തന്നിട്ടുള്ളൂ പുള്ളി. 611 രൂപ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്തു കണ്ടോ. അപ്പോൾ ബാക്കി 2000 രൂപ കാണണേ. അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്തൊന്ന് നോക്കാം. റിപ്പോർട്ടിൽ ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കാം. കസ്റ്റമർ ലെഡ്ജർ ഇവിടെ നമുക്ക് ഈ പച്ച ബട്ടണിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സുമൻ സിംഗിൻ്റെ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് കണ്ടോ? വെറും 2000 രൂപ. കാരണം വെച്ചാൽ 2 പ്രാവശ്യമായിട്ട് 200 രൂപ ഒരു പ്രാവശ്യം തന്നു, 611 രൂപ ഒരു പ്രാവശ്യം തന്നു. പക്ഷേ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്ന ഇപ്പോഴും 2000 രൂപയാണ്. ഇങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ നിങ്ങളോട് തർക്കിക്കുകയോ അല്ലെങ്കിൽ ഞാൻ സാധനം വാങ്ങിച്ചിട്ടില്ല അല്ലെങ്കിൽ പേയ്മെൻറ്റ് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ആർഗ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടത് ഹാൻഡിൽ ചെയ്ത് പോകാൻ സാധിക്കും. ദാറ്റ് ഈസ് Raintech POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ഫർദർ ഡീറ്റെയിൽസുകൾ കാണാം. താങ്ക് യു. ബൈ.